രണ്ട് തരത്തിലുള്ള ഗ്രഹസന്ദർശനം നടത്തുന്നുണ്ട്. അതിങ്ങനെ ഇരട്ട ഗ്രഹസന്ദർശനം. ഒന്ന്, സഖാക്കൾ നേരിട്ട് വീടുകളിൽ പോവുകയാണ്. നേരിട്ട് വീടുകളിൽ ചെന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ്. പണ്ട് ശബരിമല അയ്യപ്പൻ്റെ അവിടെ വിശ്വാസികൾക്കെതിരായി സ്ത്രീകളെ കയറ്റാൻ ശ്രമം നടത്തിയപ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് പറഞ്ഞുള്ള വലിയൊരു തീരുമാനമെടുത്തു. രണ്ടാമത്, ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ അല്ലാത്ത ക്ഷേത്രങ്ങളിലും വിശ്വാസികൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലും CPMകാരോട് ഇടിച്ചു കയറാൻ പറഞ്ഞു. പക്ഷെ അത് വേണ്ടത്ര നടന്നില്ല. കടയ്ക്കൽ ഇടിച്ചു കയറി, കടയ്ക്കലിൽ തിരുവാതിര നടത്തി നാശക്കോട്ടയായി. വേറെ പിന്നെ നമ്മുടെ ഈ പുഷ്പന്റെ പാട്ടൊക്കെ കൊണ്ടിട്ട് പുഷ്പനെ അറിയാവുന്നൊക്കെ ചോദിച്ച ആളുകളെല്ലാം കൂടെ കൈവച്ച്, ദേവസ്വം ബോർഡ് കൈവച്ച് വേണ്ട നാശക്കോട്ടയായി. അപ്പൊ എന്തായാലും അത് എളുപ്പമല്ല അത് പണിയെന്ന് മനസ്സിലാക്കി ആ പണി അവർ ഒന്ന് സൈലന്റ് ആക്കിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ കയറ്റം. രണ്ടാമത് പക്ഷെ വീട് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീട് വീടാന്തരം പോയി, നോട്ടീസുമായി പോയി, ഞങ്ങൾ ഇങ്ങനെ വിശ്വാസികളോടൊപ്പമാണ്, തന്ത്രിയാണ് അവിടെ പോറ്റിയെ കയറ്റിയത്, ഞങ്ങളല്ല, ഞങ്ങളെ ആളുകളെ ചുമ്മാ പിടിച്ച് ഒരു തമാശയ്ക്ക് പിടിച്ച് കടകംപള്ളി സുരേന്ദ്രനോട് തമാശയ്ക്ക് ചോദിച്ചതാണ്. അതിനേക്കാൾ ഒരു കാര്യമില്ലാതെ വളരെ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് 10-70 ദിവസമായിട്ട് നമ്മുടെ പത്മകുമാറിനെ പിടിച്ചിട്ടിരിക്കുന്നത്. അതൊക്കെ ക്രൂരതയാണ്. അത് മോദിയുടെയും ഹൈക്കോടതിയുടെ കൂടെ കോടതിയും പോലീസൊക്കെ കൂടെ ചെയ്തിരിക്കുന്ന കള്ളത്തരമാണ്. എൻ വാസു നിരപരാധി എന്ന് പറഞ്ഞാൽ നിരപരാധിയുടെ നിരപരാധിയാണ്. KP ശങ്കരദാസ് ഒന്നും അറിഞ്ഞിട്ടില്ല, അയാൾക്ക് ഒരു ഒപ്പിടാനേ പറ്റുന്നില്ല. വിജയകുമാർ നല്ല മിടുക്കരാണ്, എല്ലാവരും മിടുക്കരാണ് എന്ന് പറഞ്ഞ് വീടുകളിൽ പോയി ബോധവൽക്കരിക്കുക ഒന്നാമത്. രണ്ടാമത്, ഹൈക്കോടതി ഇടപെട്ടൊരു ബോധവൽക്കരണം നടക്കുന്നുണ്ട്. 10,000-ഓളം ആളുകളെ റിസോഴ്സ് പേഴ്സൺമാരെ പോസ്റ്റ് ചെയ്തിട്ട് അവർ വീട് വിടാതിന് കയറി ഇറങ്ങി സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ വീടുകളിൽ പോയി ഒരു ക്വസ്റ്റ്യനായിട്ട് പോവും. ആ ക്വസ്റ്റ്യനിൽ ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്, പിണറായി വിജയൻ ഉടനെ അതിന് ഏത് ഭക്ഷണമാണ് തരേണ്ടത്, ഇങ്ങനെ തുടങ്ങിയുള്ള ക്യാൻറ്റീൻ ഏതാണ് വേണ്ടത്, കൊച്ചിയിൽ സമൃദ്ധി ക്യാൻറ്റീൻ മതിയോ, ഇന്ദിരാ ക്യാൻറ്റീൻ മതിയോ, എന്താണ് വേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുക്കുന്ന രണ്ടാമത്തെ സർവേ. അങ്ങനെ 2 സർവേയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 സർവേയുടെ ഭാഗമായി വീട് വീടാന്തരം ഇവർ വരും. പക്ഷെ പോയ വീടുകളിലൊക്കെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ അയ്യപ്പന്റെ വിഗ്രഹം എവിടെ, തൊണ്ടി മുതൽ എവിടെ, അതുപോലെ തന്നെ ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കും ഇത്രയും സാധനങ്ങൾക്ക് വിലക്കയറ്റിയത് എങ്ങനെ, ആശ്വാസ കിരൺ പദ്ധതി എവിടെ, കാരുണ്യ പദ്ധതി എവിടെ, പാചക തൊഴിലാളികളുടെ വില കൂട്ടി അവർക്ക് ശമ്പളം കൊടുക്കാത്തത് എവിടെ, ആശാ വർക്കേഴ്സിന് പൈസ കൊടുക്കാത്തത് എവിടെ, അംഗനവാടിക്കാർക്ക് പൈസ കൊടുക്കാത്തത് എവിടെ, ഇങ്ങനെ തുടങ്ങിയ വിലക്കയറ്റം. വെളിച്ചെണ്ണ 500 രൂപയ്ക്ക് കുറഞ്ഞു നിന്ന് 50 രൂപ എന്നാകും. തുടങ്ങി 100 പെട്രോളിന് ഇത്രയും വില കൂട്ടിയതെന്തിന്, 100 കണക്കിന് കാര്യങ്ങൾ ആളുകൾ തിരിച്ച് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ആ ചോദ്യങ്ങൾ തുടരും. ചോദ്യോത്തര പരിപാടി സംവാദവും നടക്കട്ടെ. നിങ്ങൾ അവിടെ ചെന്ന് ജാതിയും മതവും കുത്തിത്തിരിപ്പും പരിപാടികൾ നിർത്തി. ഇവിടെ കുട്ടികളുടെ കലോത്സവത്തിൽ പോലും ജാതിയും മതവും കുത്തിത്തിരിയവരാണ് നിങ്ങൾ. അങ്ങനെ കുത്തിത്തിരുകാതെ തീർച്ചയായിട്ടും മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ ജനങ്ങളുമായി സംവേദിക്കുക, അവർ ചോദിക്കുന്ന ഉത്തരം പറയുക. പക്ഷെ എന്തെല്ലാം ചോദ്യം ചെയ്താലും എന്തെല്ലാം ഉത്തരം പറഞ്ഞാലും ഇപ്രാവശ്യം അവർ നിങ്ങൾക്ക് ഇടിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ശബരിമല അയ്യപ്പന്റെ കാര്യം, അതുപോലെ PMCയുടെ കാര്യം, എന്തൊക്കെ ഈ സംസ്ഥാനത്ത് അപ്പോൾ നടക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്താണെങ്കിൽ ആളുകൾക്ക് കിട്ടാൻ മാർഗമല്ല. ഒരു ആകാശവാണിയും ദൂരദർശനും പിന്നെ ഒരു പത്രവും 4-5 പത്രമേ ഉള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. മീൻ വിൽക്കാനിരിക്കുന്ന അമ്മയുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, അതിൽ വാട്സാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് യൂട്യൂബ് നോക്കാനറിയാം, അവർക്ക് ആവശ്യമുള്ള റീല് കാണുന്നു, കാര്യങ്ങൾ കാണുന്നു, എല്ലാം അവർക്കറിയാം. ഇപ്പൊ പോറ്റിയെ കയറ്റിയതായാലും പോറ്റിയെ ഇറക്കിയതായാലും ഈ കാണിച്ചു കൂട്ടുന്ന കാരണഭൂതന്റെ ഈ സകല കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. അഷാ പോറ്റിയെ തന്തയ്ക്ക് വിളിക്കുന്നതായാലും തള്ളയ്ക്ക് വിളിക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ വീണ്ടും പോയി ബോധവൽക്കരിച്ചാൽ അവർക്ക് ബോധക്കേടുണ്ടാകുന്നതല്ലാതെ ഒന്നും സംഭവിക്കാനില്ല.